ചിലതെല്ലാം മറക്കണം, ചിലതെല്ലാം ഓർമ്മയിൽ വേണം. മറക്കേണ്ടത് ഓർത്ത് വിതുമ്പാതെ, ഓർക്കേണ്ടത് ഓർമ്മയിൽ നിറച്ച് ജീവിതത്തോട് പറയുക, എൻ്റെ വാശിയാണ് നീയെന്ന്. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. കൂടെയുള്ളവർ നമുക്ക് മാത്രം സ്വന്തമെന്ന് കരുതരുത്. നമ്മൾ മാത്രമല്ല, അവർക്കും അവരുടേതായ മറ്റു ചില സ്വന്ത ബന്ധങ്ങൾ കൂടിയുണ്ടെന്ന കാര്യം ഓർമ്മ വേണം. അത് മറന്നു പോകുമ്പോഴാണ് പല ബന്ധങ്ങളും അവസാനിക്കുന്നത്. കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒന്നിനുമാവില്ല. നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കുന്ന മനുഷ്യരെ വേണം നമ്മുടെ സന്തോഷങ്ങളിൽ ആദ്യം കൂടെ ചേർക്കാൻ. നിങ്ങളെ ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ല എങ്കിൽ എനിക്കത് അറിയാമെന്നല്ല പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വേണം പറയാൻ. ഇതാണ് തന്ത്രപരമായ മറുപടി. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയായിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രമേൽ വേദനിച്ചിരിക്കണം. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അതൊക്കെയും സ്വാഭാവികം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. മറന്നു പോവാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എന്നാൽ ക്ഷമയാണ് ശക്തരുടെ ആയുധം. എല്ലാ മൗനങ്ങളും വെറുപ്പ് കൊണ്ടല്ല ഉണ്ടാകുന്നത്. ചിലത് ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ കൂടിയാണ്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിയല്ല ആവശ്യം, മറിച്ച് മനസ്സിന്റെ ശുദ്ധിയാണ്. അവസരവാദികളായ ആളുകളുടെ സ്നേഹത്തിൽ ഒരു നന്മയും ഉണ്ടാകില്ല. കാറ്റിനെ പോലെ ഗതിക്കനുസരിച്ച് അവരും മാറിക്കൊണ്ടേയിരിക്കും. തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ പ്രതികാരമാണ് ഓരോ ചിരിയും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.